ഏത് ആശുപത്രിയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഇനി മുതൽ ക്യാഷ്ലെസ് ആയിട്ട് പണം മുൻകൂറായിട്ട് അടയ്ക്കാതെ ചികിത്സ കിട്ടും. ജനറൽ ഇൻഷുറൻസിൻ്റെ പുതിയ നിയമമാണ്. കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുമെങ്കിലും ഈ നിയമം നമുക്ക് പണി തരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാത്രമല്ല, കുറഞ്ഞ തുകയ്ക്ക് നല്ല ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനും ഒരിക്കലും ക്ലെയിം തുക നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ചുരുക്കി ഒറ്റ വീഡിയോ ആയിട്ട് ഇന്ന് പറയാൻ വേണ്ടി പോവാണ്. അറിവില്ലാതെ ആരും പറ്റിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോളൂ. ഒരു മടിയും വിചാരിക്കേണ്ട. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 10ാമത്തെ കാര്യം, കുറഞ്ഞ തുകയ്ക്ക് എങ്ങനെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്കറിയാം, നമുക്ക് താല്പര്യമുള്ള ചില ഇൻഷുറൻസ് കമ്പനികളുണ്ടാവും. ആ കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്താൽ മതി. ഏത് വിധത്തിലും എടുത്താൽ മതി. എങ്ങനെ എടുത്താലും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളായിരിക്കണം എന്ന കാര്യം നിർബന്ധമാണ്. കാരണം നമ്മൾ 5-6 വർഷം കഷ്ടപ്പെട്ടിട്ടായിരിക്കും 1-2 ലക്ഷം രൂപ കൂട്ടി വെക്കുക. ഉറുമ്പ് അരിമണി ചേർത്ത് വെക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ പണം ഉണ്ടാക്കി വെക്കുക. അതിസമ്പന്നരോട് ഇത് പറയേണ്ട കാര്യമില്ല. അവർക്ക് പണത്തിൻ്റെ മൂല്യം അറിയാം, പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് അവർക്കെല്ലാം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ സാധാരണക്കാരായ ആളുകളോ, അവർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്നത് കൊണ്ട് ഈ 5-6 വർഷം കൂട്ടിവെക്കുന്ന പണമായിരിക്കും ഒരൊറ്റ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുക. അത് അവർക്ക് തന്നെ അസുഖം വരണമെന്നില്ല. അവരുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അച്ഛനോ അമ്മയ്ക്കോ കുട്ടികൾക്കോ ആർക്ക് അസുഖം വന്നാലും ആക്സിഡൻറ്റ് സംഭവിച്ചാലും അവരുടെ കയ്യിൽ നിന്നാണ് പണം പോവുക. 5-6 വർഷത്തെ അധ്വാനം ആശുപത്രിക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് വിഡ്ഢിത്തമായിട്ടുള്ള കാര്യമാണല്ലേ. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. 2 വിധത്തിൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് പരിചയമുള്ള ഏജൻറ്റ് വഴിയോ കമ്പനി വഴിയോ നമുക്ക് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. 2ാമത്തെ വഴിയിൽ നമുക്ക് ലാഭകരമായിട്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. ഏജൻറ്റ് വഴി പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ നിരവധി പ്ലാനുകളായിരിക്കും അവർ പറയുക. അങ്ങനെ പറയുമ്പോൾ അവർ നല്ല സ്കില്ലുള്ള ആളുകളായതുകൊണ്ട് അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മളെ കൊണ്ടൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുപ്പിക്കും. നല്ല കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഓൺലൈൻ വഴി ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വിവിധ കമ്പനികളെ താരതമ്യം ചെയ്യാനും അതിൽ നിന്ന് മികച്ചതിനെ തിരഞ്ഞെടുക്കാനും സാധിക്കുമെന്നത് മാത്രമല്ല, താരതമ്യേന വളരെ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും പറ്റും. നമ്മൾ ഏജൻറ്റ് വഴി എടുക്കുകയാണെങ്കിലും ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിലും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയാണ്. ആ കമ്പനിക്കാണ് ഇൻഷുറൻസിൻ്റെ ഉത്തരവാദിത്തം. അല്ലാതെ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിനോ ബ്രോക്കർക്കോ ഏജൻറ്റിനോ ഒന്നും അതിൽ യാതൊരു പ്രാധാന്യവും ഇല്ല. ഏത് കമ്പനിയാണ് എന്നതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ കുറഞ്ഞ തുകയ്ക്ക് ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ലിങ്കിൽ കയറി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണോ? ഒരിക്കലുമല്ല. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസയോഗ്യമായി 25% വരെ ഡിസ്കൗണ്ടിൽ വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ട വിശ്വാസയോഗ്യമായ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി വളരെ നിസ്സാരമായിട്ട് വീട്ടിലിരുന്ന് ഹെൽത്ത് ചെക്കപ്പുകളുടെ ആവശ്യമില്ലാതെ, ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് തന്നെ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്താൽ പ്രധാനമായിട്ട് 3 ഗുണങ്ങളുണ്ട്. 1, 25% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. 2, ഇന്ത്യയിലെ 10-ലധികം കമ്പനികളിൽ നിന്ന് 51 തരം ഇൻഷുറൻസ് പ്ലാനുകളെ കമ്പയർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. 3ാമത്തെ കാര്യം, നമുക്ക് ക്ലെയിമിൻ്റെയോ മറ്റോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജറെ കിട്ടുന്നതാണ്. ശരിക്കും ഇന്ത്യയിലെ നിയമപ്രകാരം നമുക്കറിയാം, നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ ഒക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് മെയിൽ വരുന്നതാണ്. ആ ഡീറ്റെയിൽസ് മാത്രം മതി നമുക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട്, ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിൽ പോലും ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡില്ലേ, അത് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീട്ടിൽ കത്ത് വഴി മെയിൽ വഴി എത്തുന്നതാണ്. അതും നിങ്ങൾക്ക് ആശുപത്രിയിലെല്ലാം ഉപയോഗിക്കാനും പറ്റുന്നതാണ്. 9ാമത്തെ കാര്യം, കണക്റ്റഡ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിയമമുണ്ടല്ലോ, ഇനി കണക്റ്റഡ് ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. ആദ്യം എങ്ങനെയായിരുന്നു? ഒരു ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ സമീപിക്കുന്നു, അവിടെ നിന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു. അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ അവരുടെ കണക്റ്റഡ് ഹോസ്പിറ്റലുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ക്ലെയിം കിട്ടും. അവിടെ മുൻകൂറായിട്ട് പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചികിത്സയെല്ലാം കഴിഞ്ഞ് ഇൻഷുറൻസ് കമ്പനി ആശുപത്രിക്ക് പേ ചെയ്തോളും. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കയ്യിലുള്ളത് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും കണക്റ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ല. ഏത് ആശുപത്രിയിൽ പോയാലും നമുക്ക് ക്യാഷ്ലെസ് ക്ലെയിം കിട്ടും. കേൾക്കുമ്പോൾ പെട്ടെന്ന് നല്ലതാണല്ലോ. ഇനി ചെറിയ തുകയുടെ നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്തൊരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും നമുക്ക് താല്പര്യമുള്ള ആശുപത്രി കണക്റ്റഡ് ഹോസ്പിറ്റൽ ആശുപത്രി അല്ലാത്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും നമുക്ക് ആ ആശുപത്രിയിലും ക്യാഷ്ലെസ് കിട്ടുമല്ലോ എന്നെല്ലാം തോന്നും. പക്ഷേ ഇവിടെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് ഡോക്ടേഴ്സുമായി സംസാരിച്ചതിൻ്റെയും ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ആശുപത്രികളും തമ്മിൽ
പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ ക്ലെയിം കൊടുക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും എല്ലാം പേരിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമുക്കൊരു അസുഖം വരികയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, നമ്മൾ നേരെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ കണക്റ്റഡ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുകയാണ്. അപ്പോൾ ഈ ആശുപത്രിക്ക് ഈ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കരാറുണ്ട്, അവർ തമ്മിൽ പരിചയമുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ പരസ്പരം സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ആശുപത്രി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ്ലെസ് കിട്ടും, ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ചികിത്സ തേടാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആശുപത്രിയിലാണ് നമ്മൾ പോകുന്നതെങ്കിലോ നിയമപ്രകാരം നമുക്ക് ക്യാഷ്ലെസ് തരണം. പക്ഷേ ആശുപത്രികൾ അങ്ങനെ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ചിന്തിച്ച് നോക്കൂ. തരാനുള്ള സാധ്യത കുറവാണല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, അവർ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ആശുപത്രികൾ ആദ്യം ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കും. നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നീട് നിങ്ങൾ പണം തരുമെന്ന് ഉറപ്പ് വേണം എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. ഇത് സംസാരിച്ച് ചിലപ്പോൾ തർക്കത്തിൽ തന്നെ ഏർപ്പെട്ട് ഒരുപാട് സമയം പോകും. ഈ സമയത്ത് ഒരുപക്ഷെ നമ്മൾ ആക്സിഡൻറ്റ് പറ്റി വന്നതായിരിക്കും. അപ്പം നമ്മുടെ ചികിത്സയാണ് അവിടെ വൈകിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് താല്പര്യമുള്ള ആശുപത്രികളിലെല്ലാം ക്യാഷ്ലെസ് സംവിധാനം ലഭ്യമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ ചികിത്സ വൈകി നമുക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. എല്ലാ ആശുപത്രികളിലും ക്യാഷ്ലെസ് സേവനം ലഭ്യമാക്കും എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് കൂടുതൽ നഷ്ടം വരാൻ വേണ്ടി പോവാണ്, അവരുടെ ലാഭം കുറയാൻ വേണ്ടി പോവാണ്. അങ്ങനെ സംഭവിച്ചാൽ അവർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് തുകകളുടെ പ്രീമിയം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മാസങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടാൻ സാധ്യത കൂടുതലാണ്. മറ്റെല്ലാ ബിസിനസ്സിനെയും പോലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ലാഭത്തിന് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ല എന്നൊന്നും ആരും പറയേണ്ട. പക്ഷേ നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമെന്ന് മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം പ്രീമിയം കൂടുമെന്നാണ് പൊതുവേ പറയുന്നത്. എട്ടാമത്തെ കാര്യം, നമ്മളെടുത്തിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ക്യാഷ്ലെസ് ആണോ അതോ റീഇംബേഴ്സ്മെൻ്റ് ആണോ? ക്യാഷ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അറിയാം, എല്ലാ ആശുപത്രികളിലും ക്യാഷ്ലെസ് കിട്ടുമല്ലേ? അങ്ങനെ നമ്മളൊരു ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്, ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയാണ് ആശുപത്രിക്ക് പേ ചെയ്യുക, നമുക്ക് ചികിത്സ നടത്തി തിരിച്ചു വരാം. ഇനി റീഇംബേഴ്സ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ചികിത്സ നടത്തുന്നു, നമ്മൾ പണം അടയ്ക്കുന്നു, ഈ ബില്ലുകളും കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡ്സും എല്ലാം ഇൻഷുറൻസ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്. ഇൻഷുറൻസ് കമ്പനി അത് പരിശോധിച്ച് നമുക്ക് പിന്നീട് പണം തരും. ഇത്ര ദിവസത്തിനുള്ളിൽ പണം തരണം എന്നെല്ലാം ഉണ്ട്. അങ്ങനെ പണം തരുന്നതാണ്. പിന്നെ ഈ റീഇംബേഴ്സ്മെൻറ്റ് മോശമാണെന്ന് പലരും പറയാറുണ്ട്. അത് അത്രത്തോളം മോശമൊന്നുമല്ല. നമുക്ക് പണം ഉണ്ടെങ്കിൽ, നമ്മൾ പണമുള്ള ഒരാളാണെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് എടുത്താലും കുഴപ്പമില്ല. ആദ്യം പണം നമുക്ക് അടയ്ക്കാം, അതിനുശേഷം ഇൻഷുറൻസ് കമ്പനികളുമായി സമീപിച്ച് നമുക്ക് പണം നേടാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ ചികിത്സ വൈകിപ്പിക്കാനുള്ള സാധ്യത കുറയാണ്. അപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ ക്യാഷ്ലെസ്സും റീഇംബേഴ്സ്മെൻറ്റും ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഞങ്ങൾ പണം അടച്ചോളാം, ഞങ്ങൾ പിന്നീട് ക്ലെയിം ചെയ്തോളാം എന്ന കാര്യം ആശുപത്രിയോട് പറഞ്ഞാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ നല്ല കാര്യം. ഞാനിവിടെ ആശുപത്രികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാനൊന്നും വന്നതല്ല. പക്ഷേ സമൂഹത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ കാര്യത്തിൻ്റെ ചെറിയൊരു അംശം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോപ്പേ. നമ്മുടെ ഇൻഷുറൻസിൽ കോപ്പേ ക്ലോസ് ഉണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കണം. ഈ കോപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പണമടയ്ക്കാം, ഇൻഷുറൻസ് കമ്പനിയും പണമടയ്ക്കണം എന്ന രീതിയിലൊരു സേഫ്റ്റിക്ക് എടുത്തു വെക്കുന്നതാണ്. ഇത് കുറച്ച് പ്രീമിയം കുറവുള്ള പ്ലാനുകളായിരിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ ബില്ല് വരികയാണെങ്കിൽ 80,000 രൂപ 80% കമ്പനി തരും, 20% നമ്മളടയ്ക്കും എന്ന വ്യവസ്ഥയിലായിരിക്കും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇതറിയാതെ എടുക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഇൻഷുറൻസിൽ കോപ്പേ ഉണ്ടോ, അതോ പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് കമ്പനി തന്നെയാണോ നമ്മുടെ ബില്ലുകളെല്ലാം സെറ്റിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ കോപ്പയും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പം നമുക്ക് അസുഖമൊന്നും വരാത്ത ഒരാളാണ്, വലിയ പ്രശ്നങ്ങളും കാര്യമൊന്നും വന്നിട്ടില്ല, ഒരു സേഫ്റ്റിക്ക് വേണ്ടി കോപ്പയുള്ളത് എടുത്താലും കുഴപ്പമില്ല എന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെയുള്ളത് എടുത്തോളൂ. ഒന്നുമില്ലാത്തതിലും നല്ലതല്ലേ കോപ്പയുള്ളതെങ്കിലും എടുക്കുന്നത്. ഇവിടെ തന്നെ പലപ്പോഴും സോണൽ കോപ്പ ഉണ്ടാവാറുണ്ട്. പല സോണുകളായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തെയും തിരിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് ചികിത്സയ്ക്ക് എക്സ്പെൻസസ് കൂടുതലാണ്, നല്ല ചികിത്സ കിട്ടും, പക്ഷെ അവിടെ ചിലവ് കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നടത്തുന്ന ചികിത്സയ്ക്ക് ഇത്ര ശതമാനം മാത്രമേ കമ്പനി നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ കാര്യവും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെല്ലാം ശരിക്ക് ഫിൽറ്റർ ഇട്ട് നോക്കാൻ വേണ്ട ലിങ്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുവഴി നോക്കിക്കഴിഞ്ഞാൽ ഈ കോപ്പ ഇല്ലാത്തത് അങ്ങനെയെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി പറയുന്ന കുറച്ച് കാര്യമുണ്ട്. ആ കാര്യമെല്ലാം മാർക്ക് ചെയ്ത് ഫിൽറ്റർ ഇട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നൽകുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കി അതിൽ നിന്ന് വേണ്ടതിനെ പിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഒരു ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുവഴി പോയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആറാമത്തെ കാര്യം, റൂം റെൻറ്റ് ലിമിറ്റ്. ഈ റൂം റെൻറ്റ് ലിമിറ്റ് ഉള്ള ഇൻഷുറൻസ് എടുക്കുന്നതിനും കുഴപ്പമില്ല. നമുക്കറിയാലോ നമ്മൾ എത്ര തുകയുടെ റൂമുള്ള ആശുപത്രി ആയിരിക്കും സെലക്ട് ചെയ്യുക, ഏത് റൂമിലായിരിക്കും നമ്മൾ കിടക്കുക തുടങ്ങിയ കാര്യങ്ങൾ അറിയാലോ. ഇപ്പോൾ റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഫീച്ചേഴ്സ് കൂടും. കൂടുതൽ ഫീച്ചറുള്ള ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വില കൂടുമല്ലോ.
അതുകൊണ്ട് ഫീച്ചർ കൂടും, അതുകൊണ്ട് ഇൻഷുറൻസിൻ്റെ പ്രീമിയവും കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ റൂം റെൻറ്റ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങളുടെ ആകെ ക്ലെയിം എമൗണ്ട് ഇല്ലേ 10 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, നമ്മൾ അടയ്ക്കുന്നത് 2000 രൂപയായിരിക്കും അല്ലെങ്കിൽ 1000 രൂപയായിരിക്കും. അങ്ങനെ അടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ 10 ലക്ഷത്തിൻ്റെ 1%, 10,000 രൂപ വരെ ലിമിറ്റുള്ള റൂമിൽ ഒരു ദിവസം നമുക്ക് താമസിക്കാം. രണ്ടാമത്തെ ദിവസവും 10,000 രൂപ ലിമിറ്റുള്ള അതേ റൂമിൽ താമസിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് 1% പെർ ഡേ എന്ന രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ ഈ 10,000-ന് പകരം 20,000-ൻ്റെ റൂം എടുത്തിട്ട് എനിക്ക് 3 ദിവസം കിടന്നാൽ മതി, അപ്പോൾ 30,000 രൂപ ഞാൻ കയ്യിൽ നിന്ന് കൊടുത്താൽ മതിയല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളെടുത്ത റൂമിൻ്റെ തുക റൂം റെൻറ്റ് ലിമിറ്റിൻ്റെ ഇരട്ടിയാണല്ലോ. അങ്ങനെയാവുമ്പോൾ അവിടെ നടന്ന ചികിത്സയെല്ലാം ഇരട്ടി തുകയ്ക്കായി എന്ന് ഇൻഷുറൻസ് കമ്പനി കൺസിഡർ ചെയ്യുകയും നമുക്ക് 10 ലക്ഷത്തിൻ്റെ ബില്ല് വന്നാൽ 5 ലക്ഷം മാത്രമേ ഇൻഷുറൻസ് കമ്പനി തരികയുമുള്ളൂ എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. ഇതെല്ലാം അറിയാതെ എടുത്താലാണ് പ്രശ്നം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എടുത്താൽ യാതൊരു പ്രശ്നവുമില്ല. റൂം റെൻറ്റ് ലിമിറ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ പ്രീമിയം കുറച്ച് കുറയുന്നുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത്തരം ഇൻഷുറൻസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇനി റൂം റെൻറ്റ് ലിമിറ്റ് വേണ്ട എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫിൽറ്റർ ഇട്ട് നോ റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻ എന്ന കാര്യം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതില്ലാത്ത ഇൻഷുറൻസുകൾ മാത്രം നമുക്ക് കണ്ടെത്തി തിരഞ്ഞെടുക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സബ് ലിമിറ്റ്. നമുക്കിപ്പോൾ 20 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, 20 ലക്ഷം വരെ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ കവർ ചെയ്യുമെന്ന് നമ്മൾ കരുതും. പക്ഷേ ചില അസുഖങ്ങൾക്ക് ഇത്ര വരെ മാത്രമേ കവർ ചെയ്യൂ എന്ന് കൃത്യമായിട്ട് പോളിസി ഡോക്യുമെൻറ്റിൽ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ളൊരു സർജറി നടത്തുകയാണ്, ആ സർജറിക്ക് 2 ലക്ഷം രൂപ വരെ മാത്രമേ ഞങ്ങൾ നൽകൂ എന്ന് പറയുകയാണ്. ചിലപ്പോൾ സർജറിക്ക് 3 ലക്ഷം ആയി കഴിഞ്ഞാൽ ആ തുക നമുക്ക് കിട്ടില്ല. കാരണം 20 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും അവിടെ സബ് ലിമിറ്റായിട്ട് ഓരോ അസുഖത്തിനും ഇത്ര മാത്രമേ പരമാവധി നൽകൂ എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പാടില്ല നമ്മളെല്ലാ അസുഖത്തിനും 20 ലക്ഷം വരെ കവേർഡ് ആവുമെന്ന കാര്യം. കൃത്യമായിട്ട് ഇത് അറിഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെയും കുഴപ്പമില്ല. പരമാവധി സബ് ലിമിറ്റ്സ് എല്ലാം വായിച്ച് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് കാര്യമൊന്നും വായിക്കേണ്ട. പോളിസി ഡോക്യുമെൻറ്റിൻ്റെ ആദ്യ പേജിൽ തന്നെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. എനിക്കിപ്പോൾ ഒരു വൈറൽ ഫീവർ വന്നു, എനിക്കറിയാം ആശുപത്രിയിൽ പോയാൽ നല്ല പണം ചിലവാകും. അപ്പോൾ എനിക്കിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് ആകെ ചിലവ് വരുന്നത് 10,000 രൂപയായിരിക്കാം. അപ്പോൾ 10,000 രൂപയ്ക്ക് ഇപ്പോൾ പോയിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ എനിക്ക് നാളെ എനിക്ക് പോളിസി ഇഷ്യൂ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നാളെ പോയി ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരു 50,000 രൂപയുടെ ബില്ല് 10,000 രൂപ കൊടുത്ത് കമ്പനിയെ കൊണ്ട് സെറ്റിൽ ചെയ്യിപ്പിക്കാം. ഇങ്ങനെ തോന്നിയാൽ തെറ്റാണ്. ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് ആയിട്ടുള്ള 30 ദിവസം ഒരുവിധപ്പെട്ട എല്ലാ ഇൻഷുറൻസ് കമ്പനിയും കൊടുക്കുന്നതാണ്. എന്നാൽ നമ്മളിപ്പോൾ നാളെ പോയിട്ട് ഇന്ന് ഇൻഷുറൻസ് എടുത്തു, നമുക്ക് ഇൻഷുറൻസ് കിട്ടി, നമ്മൾ നാളെയോ മറ്റന്നാളോ പോയി ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലെയിം കമ്പനി തരും. കാരണം അത് നമ്മൾ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്ന കാര്യം കമ്പനിക്ക് അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഈ പനി പോലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് 30 ദിവസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സർജറിയും. നമ്മളിപ്പോൾ സർജറിയുടെ കാര്യം പറയുമ്പോൾ 6 മാസത്തിനുള്ളിൽ ഈ സർജറി നടത്തണമെന്ന് നമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ പോയി ഇൻഷുറൻസ് എടുക്കും, എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടുള്ള സർജറിയുടെ കാര്യം കമ്പനിയെ കൊണ്ട് പേ ചെയ്യിപ്പിക്കും. അങ്ങനെ നടക്കുമോ? ഒരിക്കലുമില്ല. സാധാരണ രീതിയിൽ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസിൻ്റെ കാര്യങ്ങൾ മുൻകൂറായിട്ട് നമുക്കുള്ള ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണെങ്കിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട അസുഖത്തിനോ ആ അസുഖത്തിനോ 3 വർഷമോ 2 വർഷമോ 1 വർഷമോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ കവർ ചെയ്യൂ എന്ന് കമ്പനി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞതുപോലെ വെയിറ്റിംഗ് പീരീഡ് 1 വർഷമുള്ളത് നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രീമിയം കൂടും, 2 വർഷമുള്ളത് എടുക്കുകയാണെങ്കിൽ പ്രീമിയം അതിൽ നിന്ന് കുറച്ച് കുറയും, 3 വർഷമുള്ളതാണ് എടുക്കുന്നതെങ്കിൽ വീണ്ടും പ്രീമിയം കുറയും. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഫീച്ചറിനനുസരിച്ച് മാറുന്നതാണ്. ഈ വെയിറ്റിംഗ് പീരീഡിൻ്റെ ഫിൽറ്റർ ഇട്ടും ഓൺലൈൻ വഴി നമുക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് ആശുപത്രിയിൽ മാത്രമല്ല ഒരു അസുഖം വന്നാലോ ആക്സിഡൻറ്റ് വന്നാലോ നമുക്ക് ചിലവുണ്ടാവുക. ഒരുപക്ഷെ മരുന്ന് മേടിക്കുന്നതിനുണ്ടാവും, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനുണ്ടാവും. ഇതെല്ലാമുള്ള ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ആശുപത്രിയിൽ പോകുന്നതിന് മുന്നേ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ള മെഡിക്കൽ ചെലവുകളില്ലേ അത് കവർ ചെയ്യുന്ന ഇൻഷുറൻസും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നമ്മുടെ ഈ ചെലവുകളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഷുറൻസും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതുണ്ടോ എന്ന് നോക്കണം. ഇതില്ലാത്തത് എടുക്കാനാണ് താല്പര്യമെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ പ്രീമിയം കുറച്ചെടുക്കുകയാണ്, ആശുപത്രിയിലുള്ള ചിലവെങ്കിലും അവർക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റുമല്ലോ. പ്രീമിയം കുറഞ്ഞത് മതിയെങ്കിൽ കുറഞ്ഞത് എടുത്താൽ മതി. പക്ഷേ ഏതെങ്കിലും ഒന്ന് എടുത്തിരിക്കണം എന്ന കാര്യം നിർബന്ധമാണ്. ഇങ്ങനെ നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എടുക്കില്ല. തോന്നുന്ന ആ മൊമെൻറ്റിൽ പോയിട്ട് എടുക്കണം. ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എല്ലാം പ്രത്യേകതയാണത്. ഒന്നുകിൽ നമ്മുടെ പണം ഒരുപാട് ആശുപത്രിയിൽ പോയിട്ടുണ്ടാവണം, അങ്ങനെയുള്ള ആളുകൾ ഓടിച്ചെന്ന് എടുക്കും. അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് ഫൈനാൻസിനെ കാണുന്ന ആളുകളായിരിക്കണം, അവരും പോയിട്ടെടുക്കും. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കും. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച് ധാരാളം പണം ആശുപത്രിയിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവുക.
വെയിറ്റിംഗ് പീരിയഡിൻ്റെ കാര്യവുമായി ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമുക്ക് കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വേറെ ഇൻഷുറൻസ് വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ നിങ്ങൾ വേറെ കമ്പനിയിൽ ചേരുകയാണല്ലോ, അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് പോയി. ഇനി സർജറി വേണ്ടി വന്നാൽ 3 വർഷം വീണ്ടും വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് 30 ഡേയ്സ് വീണ്ടും ഉണ്ടാവും. ഇത് സംഭവിക്കും. അതുകൂടാതെ നമുക്കറിയാം, നമ്മുടെ കമ്പനി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് ആയിരിക്കില്ല. ഇനിയാണെങ്കിൽ തന്നെ അതിൻ്റെ തുക കുറവായിരിക്കും. ഈ ഗവൺമെൻറ് പറയുന്ന നിയമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് പല കമ്പനികളും എംപ്ലോയീസിന് ഇൻഷുറൻസ് എല്ലാം കൊടുക്കുന്നത്. അല്ലാതെ അവർക്ക് പൂർണ്ണമായിട്ടും നന്മ വരട്ടെ എന്ന് കരുതിക്കൊണ്ടൊന്നും ആവില്ല. അതുകൊണ്ട് പേഴ്സണലായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഒരു മിനിമം 5 ലക്ഷത്തിൻ്റെ കവറേജ് എങ്കിലും, മുതിർന്ന ആളുകളാണെങ്കിൽ 10 മുതൽ 15 ലക്ഷത്തിൻ്റെ ഒക്കെ എങ്കിലും കവറേജുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി നമ്മൾ ജീവിക്കുന്ന സിറ്റിയിൽ, ഇപ്പോൾ ചെന്നൈയിലാണെങ്കിലോ ബാംഗ്ലൂരാണെങ്കിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലാണെങ്കിലോ ഒക്കെ അവിടെ ചിലവ് കൂടുതലാണെങ്കിൽ, ആശുപത്രി ചിലവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കവറേജ് ഉള്ളത് പ്രത്യേകമായിട്ട് എടുത്തു വെക്കണം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്. പ്രായമായ ആളുകൾക്കൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് അന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്താനായിരിക്കും ആഗ്രഹം. അങ്ങനെയുള്ള ആളുകൾ അഡ്മിറ്റ് ആവാതെ തന്നെ അവർക്ക് ക്ലെയിം കിട്ടുന്ന തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇപ്പോൾ ഈ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രീമിയത്തിൽ വ്യത്യാസം വരും. എങ്കിലും പ്രായമായ ആളുകൾക്കെല്ലാം അത് വലിയ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ. ഇനി ഒന്നാമതായിട്ട് നോക്കേണ്ട കാര്യം എക്സ്ക്ലൂഷനാണ്. ഞാൻ ഈ പറഞ്ഞത് ഇതിൻ്റെ ഒരു വലുപ്പത്തിൻ്റെ ഓർഡറിലൊന്നുമല്ല, ഒരു ഓർഡറിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. എക്സ്ക്ലൂഷൻസും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു മോട്ടോർ ബൈക്ക് റേസിൽ പങ്കെടുത്ത് കാലോ കയ്യോ ഒടിഞ്ഞു കഴിഞ്ഞാൽ, അതിന് നമ്മുടെ എക്സ്ട്രീം സ്പോർട്സ് എന്നൊക്കെയാണ് പറയുക, അത്തരം സ്പോർട്സുകളിൽ പങ്കെടുത്ത് നമ്മുടെ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയ്ക്ക് ഞങ്ങൾ ക്ലെയിം നൽകില്ല എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ കവറേജ് വേണമെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ പ്രീമിയം അടക്കേണ്ടി വരും. കമ്പനിക്ക് റിസ്ക് കൂടുതലല്ലേ, റേസിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കയ്യും കാലും ഒടിയാനുള്ള സാധ്യത കൂടുതലല്ലേ, അതുകൊണ്ട് കമ്പനി കൂടുതൽ പ്രീമിയം ആവശ്യപ്പെട്ടേക്കാം. സമാന രീതിയിൽ തന്നെ നമ്മുടെ പല്ലിനൊരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു, അതിൻ്റെ ഇൻഷുറൻസ് ഒന്നും ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവേ കവേർഡായിട്ട് കാണാറില്ല. ഇനി അത് വേണമെങ്കിൽ ഡെൻ്റലിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസുകളുണ്ട്. താരതമ്യേന തുക കൂടുതലാണ്, ആ ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കേണ്ടി വരും. അതുപോലെ നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ എന്തായാലും ഇൻഷുറൻസ് ഉണ്ട്, മൂക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയേക്കാം. അതുപോലുള്ള കോസ്മെറ്റിക് സർജറിക്കൊക്കെ എക്സ്ക്ലൂഷൻസ് ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ നൽകില്ല എന്ന് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ചികിത്സ നടത്താൻ വേണ്ടി പോവാണ്, അതിന് മുന്നേ ഇതൊന്ന് നോക്കണം, ഈ കാര്യങ്ങൾ കവേർഡ് ആണോ അല്ലയോ എന്ന കാര്യം. സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കവേർഡ് ആയിരിക്കും, ഇതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കവേർഡ് അല്ലാതിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണെങ്കിലും അധികം വൈകാതെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇനി കൂടാൻ പോകുന്ന പ്രീമിയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതാണ്. രണ്ടാമത്തെ കാര്യം, സാമ്പത്തിക വർഷം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന് മുന്നേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് ടാക്സിൽ കാണിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ആരെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, പക്ഷേ എടുത്തു വെക്കുന്നത് നല്ലതാണ് എന്ന എളിയൊരു അഭിപ്രായം ഉണ്ട് എന്ന് മാത്രം. 25% വരെ ഡിസ്കൗണ്ടിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇഷ്ടമുള്ള കമ്പനിയുടേത് എടുത്തു വെക്കാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാം. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, ബോധ്യപ്പെട്ട് നല്ലതാണ് എനിക്ക് വേണ്ടതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തും വെക്കാം. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.